അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ പരിപാവനമായ ദുൽഹിജ്ജ മാസത്തിന്റെ സുന്ദരമായ അവസാന ദിവസങ്ങൾ എന്നതിന് പറയാനില്ല, അവസാന മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ചൊവ്വാഴ്ചയാണ്. നാളെ ചൊവ്വാഴ്ച ദുൽഹിജ്ജ 29-ാമത്തെ ദിവസം. ഇന്ന് 29-ാമത്തെ രാവ്, നാളെ 29-ാമത്തെ ദിവസമാണ്. നാളെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ മുഹറം മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മുഹറം മാസം വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, മുഹറം മാസം വരുന്നതിന് മുമ്പേ നമ്മൾ എന്തൊക്കെയാണ് കരുതി വെക്കേണ്ടത്, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പറയണം, വിശദമായി നമ്മൾ വീഡിയോകളൊക്കെ പലതും പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ രാവിലത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അൽഹംദുലില്ലാഹ്, മുഹറം മാസം വരുമ്പോൾ അറിയേണ്ട, ചെയ്യേണ്ട, പറയേണ്ട കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ രാവിലത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കഴിഞ്ഞു പോകുന്ന ഈ ഒരു വർഷം എന്ന് തന്നെ പറയാം, കഴിഞ്ഞു പോകുന്ന അറബി കലണ്ടറിൽ ഒരു വർഷമാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. പുതിയൊരു വർഷം, മുഹറത്തോടു കൂടി പുതിയൊരു വർഷം നമ്മളിലേക്ക് വരികയാണ്. ഇസ്ലാമിക് ന്യൂ ഇയർ വരികയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്തു പോയ അമലുകളെല്ലാം സ്വീകരിക്കട്ടെ. വരുന്ന വർഷത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരം അല്ലാഹു തആല തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റിന്റെ മജ്‌ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. ഖബറിന്റെ അദാബിനെ തൊട്ട് എപ്പോഴും നമ്മൾ കാവൽ ചോദിക്കണം. മരിച്ച ആദ്യം നമ്മൾ പോകുന്ന, മരണത്തിന് ശേഷം പിന്നെ നമ്മുടെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് ഖബർ ജീവിതം മുതലാണ്. അല്ലാഹു തആല നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. നമ്മളൊക്കെ മരിക്കാനുള്ളവരാണ്. നമ്മൾ മരിച്ച് ഖബറിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഖബറും അല്ലാഹു വിശാലമാക്കി തരട്ടെ. സൂറത്തുൽ മുൽക്കിന്റെ പാരായണം ആരും മറന്നു പോകരുത്. സൂറത്തുൽ മുൽക്കൊക്കെ ധാരാളമായിട്ട് ഓതണം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കുറ്റവും കുറവൊക്കെ പറയുന്നത് നിർത്തണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖബർ അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരും. ഖബറിന്റെ അദാബിനെ തൊട്ടുള്ള കാവൽ തരും. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെയും മരണപ്പെട്ടു പോയവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. ഞങ്ങൾ മരിച്ച് ഖബറിലേക്ക് ചെല്ലുമ്പോൾ നീ സന്തോഷം തരണേ അല്ലാ. ഖബറിന്റെ അദാബിനെ തൊട്ടുള്ള കാവൽ നമുക്കിപ്പോൾ ചോദിക്കാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. 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 അല്ലാഹുമ്മ ഇന്നി അഊദു
أعوذ بك من عذاب القبر اللهم إني 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 أعوذ بك من عذاب القبر പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണ് നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ അനുഗ്രഹമായി തന്നിട്ടുള്ളതാണ് ഇസ്ലാം എന്ന് പറയുന്ന മതം അല്ലേ നമുക്ക് ഈമാൻ വേണം നമ്മൾ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി ഈമാൻ ഉള്ളവരായി മരിക്കണം അല്ലാഹു നമുക്കതിന് അവസരം തരട്ടെ അതിന് നമ്മൾ എന്ത് ചെയ്യണം നല്ലവണ്ണം ദുആ ചെയ്യണം അല്ലാഹുവേ ജനിച്ചപ്പോൾ ഞങ്ങൾ മുസ്ലിമായി ജീവിക്കുമ്പോഴും മുസ്ലിമായിട്ടാണ് ജീവിക്കുന്നത് മരിക്കുന്ന സമയത്ത് മുസ്ലിമായി മരിക്കണം അതിനെന്ത് ചെയ്യണം ദുആരക്കണം ഏത് ദുആ നമ്മുടെ എല്ലാ നമസ്കാരത്തിന് ശേഷമുള്ള ദുആയിലും ഈ ഒരു വാക്യം നിങ്ങൾ ഉൾപ്പെടുത്താൻ വിട്ടുപോകരുത് ഉമ്മമാരൊക്കെ പ്രത്യേകം പഠിച്ചെടുത്ത് ദുആരക്കണം ഏതാണ് ആ ദുആ ഒന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ اللهم توفنا مسلما والحقنا بالصالحين 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 اللهم توفنا مسلما والحقنا بالصالحين
اللهم توفنا مسلما وألحقنا بالصالحين اللهم توفنا مسلما وألحقنا بالصالحين اللهم توفنا مسلما وألحقنا بالصالحين اللهم توفنا مسلما وألحقنا بالصالحين اللهم توفنا مسلما وألحقنا بالصالحين ആകാശഭൂമികളിൽ നിന്നും അതിൻ്റെ ഇടയിൽ നിന്നും എന്തെങ്കിലും ആപത്ത് മുസീബത്ത് വരാനുണ്ടെങ്കിൽ അതിനെ തട്ടിമാറ്റപ്പെടുന്ന ഒരു ദിക്ർ നബിതങ്ങൾ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതപ്പെടുത്തുന്ന ദിക്ർ ഇൻഷാ അല്ലാഹ് പറഞ്ഞോ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള 4 വാക്കുകൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് 4 കൂടി ചേർത്ത് പറയുന്ന ആ ദിക്ർ ഇൻഷാ അല്ലാഹ് പൂർണ്ണമായ രൂപം അതോടൊപ്പം തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം അതും കൂടി ചേർത്ത് ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ നമുക്ക് പറയാം. ഒരുപാട് നേട്ടമാണ്. മനസ്സിൽ പറയുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വിഷമം പ്രയാസം മനസ്സിലുണ്ടെങ്കിൽ അത് മനസ്സിൽ കൊണ്ടുവരിക. എന്നിട്ട് ഇതൊക്കെ മാറ്റിത്തരണേ അല്ലാ എന്ന് മനസ്സിൽ നല്ലവണ്ണം ദുആ ചെയ്ത് ഈ ദിക്ർ ഇങ്ങനെ പറയുക. പറഞ്ഞു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ്. അല്ലാഹുവിന്റെ 99 ഇസ്മുകളിൽ അല്ലാഹുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇസ്മാണ് ഇത് രണ്ടും. ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോ. അല്ലാഹുവിന്റെ എല്ലാ കരുണയും നമ്മുടെ എല്ലാ മേഖലയിലും അല്ലാഹുവെ നീ തരണേ എന്ന് മനസ്സിൽ തട്ടിപ്പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ രണ്ട് ഇസ്മുകൾ പറയാം. യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു 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 യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു
യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു അഫ്ളലു ദിക്ർ, ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. അത് എത്ര പറഞ്ഞാലും എത്ര ചൊല്ലിയാലും നമ്മുടെ അതിനോടുള്ള ഒരു ആവേശം തീരാൻ പാടില്ല. പലർക്കുമൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലുമ്പോൾ ഒരു മടിയാണ്. ഇത് നമ്മൾ സ്ഥിരം ചൊല്ലുന്നതല്ലേ, ഇത് സ്ഥിരം ചൊല്ലും, ഇത് കിട്ടി, ഇത് ഇപ്പം ചൊല്ലിയിട്ട് ഇപ്പം എന്ത് നേട്ടം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അഫ്ളലു ദിക്ർ സ്വർഗത്തിൻ്റെ താക്കോലാണെന്ന് പോലും ഈ ഒരു ദിക്റിനെ പറ്റി അഭിപ്രായമുണ്ട്. ഇൻഷാ അല്ലാഹ് മരിക്കുന്ന സമയത്ത് പടച്ചോനെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള അവസരം വേണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ദിക്റിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം നമുക്ക് പറയാം. പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്
لا إله إلا الله محمد رسول الله 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 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ നേരിട്ട് കാണുന്നത് പോലെ പറയേണ്ട സ്വലാത്താണ്. അല്ലാഹുവേ, ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് മുത്തായ തങ്ങളുടെ തിരുനോട്ടം ഞങ്ങൾക്ക് തരണേ അല്ലാ. നബി തങ്ങളുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് തരണേ അല്ലാ. ഹൗദുൽ കൗസറിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ജലം ഇങ്ങനെ കോരിക്കൊടുക്കുമ്പോൾ അത് കുടിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ അല്ലാ. ചൊല്ലിക്കോ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് 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 അസ്സലാത്തു വസ്സലാമു അലൈക യാ
റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇന്ന് ചൊല്ലിയ ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ് എല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും ഇതൊക്കെ നമ്മൾ കുറച്ച് ദിക്റേ ചൊല്ലിയിട്ടുള്ളൂ. നമുക്കറിയാവുന്ന ധാരാളം നമ്മളൊക്കെ സ്ഥിരമായി ചൊല്ലുന്ന ഒരുപാട് വാരിതായി വന്നിട്ടുള്ള ദിക്റുകൾ, ദുആകൾ, തസ്ബീഹുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ സമയം പോലെ ഒറ്റയ്ക്കിരുന്ന് ചൊല്ലുക. പിന്നെ നമ്മൾ നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അതൊന്നും ഒരിക്കലും മുടക്കാൻ പാടില്ല. അതൊക്കെ എപ്പോഴും ചൊല്ലണം. പിന്നെ സൂറത്ത് യാസീൻ ഓതണം, സൂറത്തുൽ മുൽക്ക് ഓതണം, പിന്നെ സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ, ഇതൊക്കെ ധാരാളമായിട്ട് പറയുക. സ്വലാത്തുകളൊക്കെ ഇപ്പം നമ്മൾ പറഞ്ഞ സ്വലാത്ത് മാത്രമല്ല, നമ്മൾ ഇവിടെ പറഞ്ഞ ദിക്റുകൾ മാത്രമല്ല, പറഞ്ഞ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ മാത്രമല്ല, ധാരാളം ഇസ്മുകളും ധാരാളം സ്വലാത്തുകളും ധാരാളം ദിക്റുകളൊക്കെ ഇനിയൊക്കെ ചൊല്ലാനുണ്ട്. ഇൻഷാ അല്ലാഹ് അതെല്ലാവരും പറ്റുന്നത് പോലെയൊക്കെ ചൊല്ലുക. നല്ലവണ്ണം എല്ലാ കാര്യത്തിനും വേണ്ടി ദ്വാരക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് ദ്വാരക്കും. ആരുടെയും പേരൊന്നും എടുത്തു പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ അതെല്ലാം ഓതിയിട്ട് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു തആല നമ്മുടെ സദസ്സും നമ്മുടെ ദുആയും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇലാ ഹളറത്തി നബിയിനാ വ ഹബീബിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ ഹളറാത്തി അഹ്ലിൽ ഖൈരി വൽ ഫദ്ലി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم.
ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വൻ നാസ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما رب ارحمهما كما ربياني صغيرا. അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ റഹ്മാനായ റഹീമായ വദൂദായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഒരുമിച്ച് കൂടൽ കബൂലാക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിപ്പോയവരാണ്, എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാഹ്. തെറ്റുകൾ ഞങ്ങൾ ഇനി ചെയ്യില്ല റബ്ബേ. ഞങ്ങൾ ചെയ്തു പോയ അബദ്ധങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റുപറയുകയാണ്. ഇത് ഞങ്ങളുടെ തൗബയുടെ മജ്ലിസാണ് റബ്ബേ. ഞങ്ങളുടെ തൗബ സ്വീകരിക്കണേ അല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം. പാപങ്ങൾ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉമ്മച്ചിയുണ്ട്, വാപ്പച്ചിയുണ്ട്, ഞങ്ങളുടെ ഭർത്താവ്, ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ മക്കള്, മരുമക്കള്, പേരക്കുട്ടികള്, കൂട്ടുകാര്, നാട്ടുകാര്, വേണ്ടപ്പെട്ടവര്, അല്ലാഹുവേ, ബന്ധുമിത്രാദികൾ, ഞങ്ങൾ ഇഷ്ടപ്പെട്ടവർ, ഞങ്ങളെ ഇഷ്ടപ്പെട്ടവർ പലരും ഖബറിലാണ്. അവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്, സമാധാനത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങൾ മരിച്ചു പോവേണ്ടവരാണ്, ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാഹ്. ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, പരിശുദ്ധമായ പരിപാവനമായ ഞങ്ങളെല്ലാം നിലകൊള്ളുന്ന വിശുദ്ധമായ ദുൽഹിജ്ജ മാസം വിട പറയാൻ ഒരുങ്ങി നിൽക്കുകയാണ്. നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ ദുൽഹിജ്ജ മാസത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിൽ നിന്നും ഹജ്ജിന് പോയ ഹാജിമാർ അവരൊക്കെ നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അല്ലാഹുവേ, പടച്ചവനെ, ഈ ദുൽഹിജ്ജ മാസം ഞങ്ങൾ ഉളഹിയ്യത്ത് അറുത്ത് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് നോമ്പെടുത്തിട്ടുണ്ട്, സ്വതക്ക കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഇത് ഞങ്ങളുടെ അവസാനത്തെ ദുൽഹിജ്ജ മാസമാക്കല്ലേ അല്ലാഹ്. ഇനിയും ജീവിതത്തിൽ ഒരുപാട് ദുൽഹിജ്ജ മാസത്തെ സ്വീകരിക്കാൻ, ഒരുപാട് നന്മകൾ ചെയ്യാൻ അവസരം തരണേ അല്ലാഹ്. അല്ലാഹുവേ, വിശുദ്ധമായ മുഹറം മാസം ഞങ്ങളിലേക്ക് വരാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ആ മുഹറം മാസത്തെ നല്ല രൂപത്തിൽ സ്വീകരിക്കാനും അതിന് വേണ്ട രൂപത്തിൽ പ്രയോജനപ്പെടുത്താനും ഞങ്ങൾക്ക് നീ അവസരം തരണേ അല്ലാഹ്. നല്ല ഒരു വർഷമാക്കണേ അല്ലാഹ്. ഇസ്ലാമിക് ന്യൂ ഇയർ ആണ് റഹ്മാനെ, പുതിയൊരു ജീവിതത്തിന്റെ തുടക്കമാക്കണേ അല്ലാഹ്. പാപങ്ങളില്ലാത്ത നല്ലൊരു വർഷമാക്കണേ അല്ലാഹ്. ഈ വർഷം വിട പറയാൻ ഒരുങ്ങി നിൽക്കുകയാണ് റഹ്മാനെ. പടച്ചവനെ, ചെയ്തു പോയ അബദ്ധങ്ങൾ നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരു വർഷം പോകുന്നു, മറ്റൊരു വർഷം വരികയാണ്. നീ ഞങ്ങൾക്ക് ആഫിയത്തും ആരോഗ്യവും തരണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, എല്ലാവിധ നന്മകളും ഈ കഴിഞ്ഞു പോകുന്ന വർഷത്തിൽ, വരാനിരിക്കുന്ന വർഷത്തിൽ തരണേ അല്ലാഹ്. മുഹറം മാസം അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ കിട്ടുന്ന നല്ലൊരു മാസമാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന പാവപ്പെട്ട ഉമ്മമാര് അവരെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്.
അല്ലാ. ഒരുപാട് വേദനകളും വിഷമങ്ങളും ജീവിതത്തിൽ അനുഭവിച്ചവരാണ്. ഇനി നീ അവരെ നീ വേദനിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ വാപ്പമാരെ ഞങ്ങളുടെ സഹോദരന്മാരെ കബൂൽ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കച്ചവടം ബിസിനസ് എല്ലാത്തിനും നീ അഭിവൃദ്ധി തരണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥത തരണേ അല്ലാ. സമാധാനം തരണേ അല്ലാ. പിണക്കങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഇണക്കങ്ങൾ തരണേ അല്ലാ. ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ വീടുകളിൽ നിന്നും ഞങ്ങളുടെ മക്കളുടെ അടുക്കലിൽ നിന്നും പിശാചിനെ നീ ഓടിച്ചു കളയണേ അല്ലാ. ഈമാൻ തരണേ അല്ലാ. ഇഖ്ലാസ് തരണേ അല്ലാ. തഖ്വ തരണേ റഹ്മാനേ. അല്ലാഹു ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകൾ എല്ലാം നീ ഖബൂലാക്കണേ അല്ലാ. പരിശുദ്ധമായ ഈ രാവിൽ അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ അമലുകളും, എല്ലാ ദിക്റുകളും, എല്ലാ സ്വലവാത്തുകളും ഉയർന്ന രൂപത്തിൽ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളോട് ഒരുപാട് പേര് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരാണ്. ഒരുപാട് പേര് ഫോണിൽ വിളിച്ചു പറയുന്നു, നേരിട്ട് കണ്ടു പറയുന്നു, കമന്റിലൂടെ. അല്ലാഹുവേ, 10,000-കണക്കിന് മുഅ്മിനീങ്ങളാണ് ദ്വാരക്കണേ എന്ന് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. വേദനകൾ മാറ്റി കൊടുക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫാ തരണേ അല്ലാ. ക്യാൻസർ രോഗം അല്ലാഹുവേ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. കീമോ ചെയ്യുന്നവരുണ്ട്, നീ വേഗത്തിൽ ശിഫാ പ്രദാനിക്കണേ അല്ലാ. ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മറ്റ് ചെറുതും വലുതുമായ അസുഖങ്ങൾ വന്ന് കിടപ്പിലായി പോയവർ, റഹ്മാനെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നവർ, ഓപ്പറേഷന് വിധേയമാകാൻ പോകുന്നവർ, ആക്സിഡന്റ് പറ്റി കിടക്കുന്നവർ, റഹ്മാനെ വീടുകളിൽ ചികിത്സയിൽ കഴിയുന്നവർ, ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവർ, എല്ലാവർക്കും നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. ആരോഗ്യം കൊടുക്കണേ അല്ലാ. ഷാഫിയായ അല്ലാ, രോഗങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാ. കാഫിയായ അല്ലാ, ഞങ്ങളുടെ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സലാമത്തിലാക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, വർഷങ്ങളായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നു. ഖൈറായ മക്കളെ അവർക്കും ഞങ്ങൾക്കും തരണേ അല്ലാ. വിവാഹം നടക്കാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാരെ, സഹോദരങ്ങൾ, ഖൈറായ ഇണകളെ നീ അവർക്ക് അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല ജോലി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. സ്കൂളുകൾ തുറന്നു, മദ്രസകൾ തുറന്നു. ഞങ്ങളുടെ മക്കളിതാ അല്ലാഹുവേ പുതിയ അധ്യയന വർഷത്തിലാണ്. നല്ല പഠനം കൊടുക്കണേ അല്ലാ. ഓർമ്മശക്തി കൊടുക്കണേ അല്ലാ. ബുദ്ധിശക്തി കൊടുക്കണേ അല്ലാ. നല്ല പഠനം കൊടുക്കണേ അല്ലാ. പരീക്ഷകൾക്കെല്ലാം ഉന്നതമായ മാർക്കോടുകൂടി പാസ്സാവാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ നീ നിറവേറ്റി തരണേ അല്ലാ. എല്ലാത്തിനും ഉപരിയായി ഞങ്ങളെ കൈപിടിച്ചു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, പ്രകൃതിക്ഷോഭങ്ങൾ പല സ്ഥലത്തുമുണ്ട് റബ്ബേ, നീ കാക്കണേ അല്ലാ. ശക്തമായ മഴയാണ് പല സ്ഥലത്തും അല്ലാഹുവേ. വെള്ളപ്പൊക്കം വരുന്നു, വെള്ളം കയറുന്നു, വീടുകളിൽ വെള്ളം കയറുന്നു, മരങ്ങൾ വീട്ടിലേക്ക് ഇടിഞ്ഞു വീഴുന്നു. ഒരുപാട് പ്രതിസന്ധിയിലാണ് പല സഹോദരന്മാരും സഹോദരിമാരും. വീടുകൾ വെള്ളത്തിലാണ് അല്ലാഹുവേ. കൃഷികൾ നശിച്ചു പോവുകയാണ്. റഹ്മാനെ, നീ കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഖൈറായ മഴ തരണേ അല്ലാ. നീ തന്നിട്ടുള്ള മഴയിൽ നീ ബറക്കത്ത് തരണേ അല്ലാ. ശർറായ അദാബായ മഴയെ തൊട്ട് കാക്കണേ അല്ലാ. പകർച്ചവ്യാധികൾ പകരുകയാണ്, ഒരുപാട് അസുഖങ്ങൾ വരികയാണ്. നീ കാക്കണേ അല്ലാ. രോഗങ്ങൾ വന്ന് കിടപ്പിലായി പോകുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. പല സ്ഥലങ്ങളിലും മഴയുണ്ട്, ചില സ്ഥലങ്ങളിൽ മഴയില്ലാതെ വിഷമിക്കുന്നു. അല്ലാഹുവേ, മഴയില്ലാത്ത സ്ഥലങ്ങളിൽ നിന്റെ റഹ്മത്താകുന്ന നല്ല മഴ കൊടുക്കണേ അല്ലാ. മഴ അധികമാക്കല്ലേ അല്ലാ. വെയിൽ അധികമാക്കല്ലേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാരെ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശിഫാ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, പല സ്ഥലത്തും മുഅ്മിനീങ്ങൾ വലിയ പ്രയാസത്തിലാണ്, മുസ്ലിമീങ്ങൾ വലിയ പ്രയാസത്തിലാണ്. ഒരുപാട് സഹോദരിമാര്, സഹോദരങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. എല്ലാവർക്കും നീ ഖൈറിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കണേ അല്ലാ. എപ്പോഴാണെങ്കിലും ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ. ഈ വർഷം ഹജ്ജ് ചെയ്ത ഹാജിമാരെ സ്വീകരിക്കണേ അല്ലാ. ഉംറ ചെയ്തവരെ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്കും ഹജ്ജും ഉംറയും മുത്തായ റസൂലിന്റെ ചാരെ ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാത്തും സലാമും പറയാനുള്ള തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. എല്ലാം ഞങ്ങൾ തവക്കുലാക്കി ചോദിക്കുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളും തരണേ അല്ലാ. എല്ലാ ശർറ്, ബലാ, മുസീബത്ത്, ആപത്ത്, കണ്ണേറ്, സിഹ്റിനെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ആഖിറം വെളിച്ചമാക്കി
വെളിച്ചമാക്കി തരണേ അല്ലാ. നരകത്തിൽ നിന്നുള്ള മോചനം തരണേ അല്ലാ. സ്വർഗ്ഗത്തിൽ കടത്തണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. ഈ മജ്ലിസ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അവരൊക്കെ പങ്കെടുക്കട്ടെ. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പോൾ നാളെ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.